സ്പോട്ട് റിപ്പോർട്ടിംഗ് ആണ്. സ്പോട്ട് ആൻഡ് ഇവൻറ്റ് റിപ്പോർട്ടിംഗ് ഒക്കെ. റിപ്പോർട്ടിങ്ങിന് വേണ്ടിയിട്ട് ഞങ്ങളെ ഫീൽഡിലേക്ക് വിട്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മളിങ്ങനെ ബസ്സൊക്കെ കാത്ത് നിൽക്കുകയാണ്. ഓട്ടോയിൽ വന്ന് ഇറങ്ങി ഇനി ഒരു ബസ് കയറിയൊക്കെ പോകണം. അങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ട് നിൽക്കുകയായിരുന്നു. ഇവിടെ കോട്ടയത്ത് 25ാമത് ചൈതന്യ കാർഷികോത്സവം നടക്കുകയാണ്. സംസ്ഥാന സർക്കാർ നടത്തുന്നത്. അപ്പോൾ അത് റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളിന്ന് പോകുന്നത്. അങ്ങനെ നമ്മളവിടെ എത്തി. നമ്മുടെ ക്ലാസ്സിൽ എല്ലാവരും ഉണ്ട് കേട്ടോ. നമ്മുടെ എല്ലാ സ്റ്റുഡൻസുമായിട്ടാണ് നമ്മൾ പോകുന്നത്. കോട്ടയം തെള്ളകത്തുള്ള ചൈതന്യ കാർഷികോത്സവത്തിലാണ് നമ്മൾ പോകുന്നത്. അത് ചൈതന്യ പാസ്റ്ററൽ സെൻറ്ററിലാണ് നടത്തുന്നത്. മൊത്തത്തിൽ അടിപൊളിയായിരുന്നു, നല്ല രസമായിരുന്നു. ഈ വീഡിയോ ഫുള്ളായിട്ട് കാണണം നിങ്ങൾ. അവസാനമൊക്കെ നല്ല അടിപൊളിയാണ്. നമ്മൾ ഗെയിംസൊക്കെ ഉണ്ടായിരുന്നു. കുറേ അടിപൊളിയായിട്ട് നമ്മൾ നല്ല രീതിയിൽ സ്പെൻഡ് ചെയ്തു സമയം. പിന്നെ ഇതിന് മ്യൂസിയത്തിനകത്ത് മ്യൂസിയം ഉണ്ട്. അതുപോലെ തന്നെ ഒരുപാട് പക്ഷികൾ, മൃഗങ്ങൾ, നാടൻ കൃഷീൻ്റെ വിഭവങ്ങൾ, അതുപോലെ തന്നെ ഒരുപാട് ചെടികൾ, അങ്ങനെ ഫുള്ളായിട്ട് മൊത്തത്തിൽ ഒരു നല്ലൊരു എക്സിബിഷനായിരുന്നു. തിരുമേനി എന്ന ഈ പേര് സത്യമാണ്. ആ വാക്കിനൊരു അർത്ഥമുണ്ട്. ഇവിടെ ആവണി ആവണി ഇതാ നീ. ആവണി ഇതാ നീ. ഗൈസ്, ആവണി സ്പോട്ടഡ്. ഗൈസ്, ഇവിടെ പാമ്പുണ്ട്. ഗൈസ്, പാമ്പുണ്ട്. ഉണ്ടില്ല ഇട്ടിരിക്കുന്നു. പശു, ബീഫ് ഉണ്ടെന്ന്. യെസ്. പോയി വാടവിടെ അങ്ങനെ പാമ്പ് സ്പോട്ടഡ്. മാറടി. ജീവനുണ്ടോ? ചത്ത. ഒരു വൈറ്റ് സ്നേക്ക്. ഫ്രീസറിലാണ്. അതെ. കേരളത്തിലെ ഏറ്റവും വലിയ HF മൂരിയായ ബാഹുബലിയുടെ പ്രദർശനം ഉണ്ടായിരുന്നു. ബാഹുബലി എന്ന പശുവിൻ്റെ. പിന്നെ മറ്റ് സംസ്ഥാനങ്ങളിൽ വിവിധതരം പശുക്കളും കോഴികളും മൃഗങ്ങളും അതിൻ്റെയും പ്രദർശനം ഉണ്ടായിരുന്നു. ക്രഷ് അടിച്ചോ? ഇല്ല. ഗൈസ്, ഇവിടെ ബാഹുബലിനെ കണ്ടിട്ട് അഭിനന്ദിന് ക്രഷ് അടിച്ചു. ഗൈസ്, ക്രഷ് അടിച്ചോ? ഇല്ല, നല്ലതല്ലേ അല്ലേ? നല്ല മാച്ചാ. നിങ്ങൾ തമ്മിൽ നല്ല ചേർച്ച. ഒന്ന് അടുത്ത് പോയി നിന്നേ. കമ്മിറ്റഡ് ആയി ഒഫീഷ്യലി. നൈസായിട്ട്. ഗൈസ്, അപ്പോ ഈ ബാഹുബലിനെ കണ്ടിട്ട് ഇവർക്ക് ക്രഷ് അടിച്ചോന്ന് ചോദിക്കാം. നിങ്ങൾക്ക് ഇത് കണ്ടിട്ട് ക്രഷ് അടിച്ചോ? നിങ്ങൾ തമ്മിൽ നല്ല ചേർച്ച. ഒന്ന് നിന്നെ ഒരു ഫോട്ടോ എടുക്കാം. എന്റെ ഹസ്ബൻഡ് ക്രഷ് അടിച്ച് സാധനത്തിന് കാണും. അല്ലെങ്കിൽ ഒരു കെട്ടിപ്പിടിച്ച് ഒരു കിസ്സൊക്കെ കൊടുക്കായിരുന്നല്ലേ? അവന് ക്രഷ് അടിച്ചില്ലേ? നല്ല ചേർച്ചയുണ്ട്. നിങ്ങള് ഒന്ന് ചേർന്നേ. കൊള്ളാം, സെറ്റാ. നമുക്ക് ഉറപ്പിക്കാം അല്ലേ? അതെ, ഇത് മതി. ഇനിയിപ്പോ ഇതേ ഉള്ളൊരു വഴി. പിന്നെ അവിടെ കോട്ടയം ജില്ലാ ഹോർട്ടിക്കൾച്ചർ മിഷൻ്റെ ഫ്ലവർ ഷോ ഉണ്ടായിരുന്നു. അതൊക്കെ കണ്ട് നിൽക്കുമ്പോഴാണ് പിന്നെ അതവിടെ കുറച്ച് അമ്മച്ചിമാർ ഐസ്ക്രീം തിന്ന് ചില്ലാവുന്നത് കാണുന്നത്. അമ്മച്ചിമാർ കൂളാണ്. ഈ പ്രായത്തിലും ഫ്രണ്ട്സായിട്ട് വന്ന് വൈബ് ചെയ്യാണ്. പിന്നെ അവിടെ നമ്മളങ്ങനെ വിപണന മേളയ്ക്ക് കയറി. ഇവിടെ ആണെങ്കിൽ ഫുള്ളും സാധനങ്ങൾ വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുകയാണ്, സ്റ്റോളുകളായിട്ട്.
ഞങ്ങൾ ഡ്രീം കേക്ക് വാങ്ങിച്ചു ഗൈസ്. ഞങ്ങളെ ഡ്രീം സഫലമായി. അത് ഡ്രീം സഫലം. നന്ദു കഴിക്കുക. നന്ദു ആണ് കുറേ കാലമായി ഡ്രീം കേക്ക് എന്ന് പറഞ്ഞു. ഈ താത്തയാണ് ഈ ഡ്രീം കേക്ക് ഉണ്ടാക്കിയത്. പിന്നെ ഇത് ആ താത്താൻ്റെ മോനാണ്. അങ്ങനെ അവിടെ നിന്ന് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് നമ്മൾ ഗെയിം സോൺ കാണുന്നത്. പിന്നെ നമ്മൾ അവിടെ കയറി അങ്ങ് നിരങ്ങി എല്ലാവരും കൂടി. ഞങ്ങൾ PG സ്റ്റുഡൻസ് തന്നെയാണോ എന്ന് സംശയം നിങ്ങൾക്ക് തോന്നാം. കാരണം ആ സംശയം ഞങ്ങൾക്കും ഇല്ലാതില്ല. കാരണം 10-22 വയസ്സായ കുട്ടികളാണ്. എന്നിട്ടും കുട്ടികൾക്കുള്ള സാധനങ്ങളിലൊക്കെയാണ് ഞങ്ങൾ കയറി കളിച്ചത്. ലൈഫിലൊക്കെ എൻജോയ് ചെയ്തില്ലെങ്കിൽ പിന്നെ എന്ത് ലൈഫാണ്? അതെ, പിന്നെ ചങ്ങളെ കിട്ടും. എന്നെ പൊക്കണം. എന്താ നിനക്ക് അതിൽ തന്നെ ഒരു നോട്ടം? നോക്കിയതാ. കുറച്ചു പേര് പോയിട്ടുണ്ട് കയറാൻ വേണ്ടിയിട്ട്. ആരൊക്കെ എത്തുമെന്ന് നമുക്ക് നോക്കാം. ഇതിന്റെ വായിന്റെ ഉള്ളിൽ ഗൈസ്, ഈ വചനം ഒന്നിനും സമ്മതിക്കുന്നില്ല. അങ്ങനെ സമയമായതുകൊണ്ട് നമ്മൾ ഇവിടെ നിന്ന് തിരിച്ചിറങ്ങിയിരിക്കുകയാണ്. ഇനി നമുക്ക് അടുത്ത റിപ്പോർട്ടിങ്ങിന് പോകണം.